എന്തുകൊണ്ടാണ് മൊത്തം ഫ്രീ ആയിട്ട് ഒരാൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേണ്ടാന്ന് പറയുന്നത്? അയാൾ പറഞ്ഞിട്ട് ഒരു തവണ ചർച്ച ചെയ്ത് അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി, പൊള്ളയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ തള്ളിക്കളഞ്ഞെങ്കിൽ ശരി. ഇത് പക്ഷേ ഒന്നും ചെയ്തില്ല. അതുപോലെ മറ്റേ പുള്ളി ഉണ്ടല്ലോ, ആ സ്വർണ്ണ കച്ചവടക്കാരൻ, എനിക്ക് ആ പേര്, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു അങ്ങേരെന്തോ 1000 വീട് വെച്ച് കൊടുക്കാമെന്നോ 500 വീട് വെച്ച് കൊടുക്കാമെന്നോ. പുള്ളിയുടെ സ്ഥലമില്ല. പുള്ളി പറഞ്ഞു എൻ്റെ കയ്യിൽ സ്ഥലമില്ല, സ്ഥലം തന്നാൽ വീട് കംപ്ലീറ്റ് ഞാൻ ഫ്രീ ആയിട്ട് തരും. സർക്കാരിന് വേണ്ട, സർക്കാരിന് കാശ് വേണം. പിണറായി വിജയന് ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് ഇടണം. ഇവരൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി 2400 കോടി രൂപ, അത് കേന്ദ്രം തന്നോളണം. ഓരോ ദുരന്തവും പിണറായി വിജയന് ഓരോ ലോട്ടറിയാണ്. ഓഖി ദുരന്തം അത് ലോട്ടറി അടിച്ചതാണ്. അവസാനം പങ്കായത്തിന് അടികിട്ടുമെന്ന് ഇപ്പോൾ ഓടിപ്പാഞ്ഞ് കടകംപള്ളി സുരേന്ദ്രൻ്റെ കാറിൽ കയറി രക്ഷപ്പെടും. മുഖ്യമന്ത്രിയുടെ നാണക്കേടാ ലക്ഷ്യം. സ്വന്തം കാറിൽ കയറാൻ പറ്റിയില്ല, കാരണം പങ്കായമായിട്ട് പുറകെ ആൾക്കാർ വരുന്നു. ഓഖി ദുരന്തത്തിൻ്റെ കാശ് അത് വകമാറ്റി ചിലവാക്കി. 2018 പ്രളയം അത് വലിയ ലോട്ടറി ആയിരുന്നു. 2019 പ്രളയം വലിയ ലോട്ടറി ആയിരുന്നു. കൊറോണ അസാമാന്യ ലോട്ടറി. 110 രൂപയ്ക്ക് കിട്ടുന്ന PPE കിറ്റ് 1500 രൂപയ്ക്ക് ശൈലജ ടീച്ചർ മേടിച്ചിട്ട് അതിൻ്റെ കൂടെ മാക്സസ് അവാർഡും മേടിച്ചു. എൻ്റെ അമ്മ, ഇങ്ങനെ ഈ ദുരന്തം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ലോട്ടറി ആയിട്ട് മാറ്റിയ ആൾക്കാർ കേരള ചരിത്രത്തിൽ ഇത്ര ഉണ്ടായിട്ടില്ല. അല്പസ്വല്പമൊക്കെ രാഷ്ട്രീയക്കാർ നക്കും, അത് ജനം പോട്ടെ എന്ന് വിചാരിച്ച് സഹിക്കും. പോട്ടെ, തൊലയട്ടെ, കാരണം കുറച്ച് ഇവനെടുക്കാതെ നമുക്ക് തരില്ല. അതുപോലെ ഇതങ്ങനെയല്ല. ഇത് കംപ്ലീറ്റ് ഇവരുടെ പേരിലുള്ളത് അങ്ങ് അടിച്ചു മാറ്റുക. എന്നിട്ട് കേന്ദ്രത്തിൻ്റെ തലയിൽ ഈ കേന്ദ്രം തരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണക്കോ സംഗതിയോ എന്തെങ്കിലും വേണം. കൺവിൻസിങ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.